അരുൺ, കേരളത്തിന്റെ വികസനത്തെക്കുറിച്ചും മാറ്റങ്ങളെക്കുറിച്ചും ശശി തരൂർ എഴുതിയ ഒരു ലേഖനം അത് ഇതിനോടകം തന്നെ വലിയ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിവിധ മേഖലകളിൽ നിന്നും കയ്യടി നേടുകയും ചെയ്തിട്ടുണ്ട്. നോക്കൂ, പ്രതിപക്ഷ നേതാക്കൾ പോലും അംഗീകരിക്കുന്ന നിലയിലേക്ക് കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ കേരളം എന്ന സംസ്ഥാനം മാറിയതാണോ, അതോ ഈ പൊളിറ്റിക്സിനെ പൊളിറ്റിക്സ് ആയിട്ട് കാണുകയും വികസനത്തെ ആ നിലയിൽ തന്നെ കാണുകയും അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് പോകാൻ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടതുണ്ട് എന്ന ഒരു വിഭാഗം നേതാക്കളെങ്കിലും നിർബന്ധിതരാകുന്നതാണ്? ഏതായാലും ശ്രീ ശശി തരൂർ MP ഒരു വിശ്വപൗരൻ തന്നെയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം വഹിച്ച ആളാണ്. ഒരുപാട് ലോകരാജ്യങ്ങൾ സന്ദർശിക്കുകയും ലോകരാജ്യങ്ങളുമായിട്ട് ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ഒരു നേതാവാണ് അദ്ദേഹം. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ ഇത്തരത്തിലുള്ളൊരു ലേഖനം എഴുതുകയും അതിൽ നിരവധി ഡേറ്റകൾ അനലൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ ലേഖനം എഴുതിയത്. ഏകദേശം നിരവധി രാജ്യങ്ങളുടെ 45 ലക്ഷത്തോളം കമ്പനികളിൽ നിന്നുള്ള ഡേറ്റ വിശകലനം ചെയ്തുള്ള റിപ്പോർട്ട് വരെ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ കേരളത്തിൽ അടുത്ത കാലത്തായി ഉണ്ടായ വിപ്ലവകരമായിട്ടുള്ള മാറ്റം കൃത്യമായിട്ടുള്ള തെളിവുകൾ സഹിതം ഡേറ്റ സഹിതം അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുകയാണ്. പ്രത്യേകമായി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ 28ാം സ്ഥാനത്തായിരുന്നു. അതുകൊണ്ട് ഇവിടെ വ്യവസായ സംരംഭങ്ങൾ പുതുതായി തുടങ്ങാൻ കഴിയില്ല, അതിന് പറ്റിയിട്ടുള്ള സാമൂഹ്യ അന്തരീക്ഷം, സാമ്പത്തിക അന്തരീക്ഷം, രാഷ്ട്രീയ അന്തരീക്ഷം ഇവിടെ ഇല്ല എന്ന രൂപത്തിലുള്ള പ്രചരണമാണ് ഏറ്റവും ശക്തമായിട്ട് നടന്നുകൊണ്ടിരുന്നത്. ആ 28ൽ നിന്ന് കഴിഞ്ഞ വർഷം 15ാം സ്ഥാനത്തായി, ഈ വർഷം നമ്മൾ 1ാം സ്ഥാനത്തെത്തി. ഇപ്പോൾ ഇവിടെ ഒരു ബിസിനസ് തുടങ്ങാൻ, പ്രത്യേകിച്ച് 50 കോടി രൂപ വരെ മുതൽ മുടക്കുള്ള ഒരു ബിസിനസ് തുടങ്ങാൻ വെറും 2 മിനിറ്റ് മതി. അത് അമേരിക്കയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും വേണ്ട സമയവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ മുന്നിലാണ് എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനാർഹമായിട്ടുള്ള നേട്ടം തന്നെയാണ്. അതിലേക്ക് എത്താൻ വേണ്ടി അദ്ദേഹം അനലൈസ് ചെയ്ത ഡേറ്റയും മറ്റ് സാഹചര്യങ്ങളും എല്ലാം കൃത്യമായി തന്നെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ തന്നെ 5 ഇരട്ടി വർധനവുണ്ടായി. അത് ഏകദേശം 18 മാസത്തിനുള്ളിൽ $170 കോടി കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൻ്റെ മൂല്യമായിട്ട് കണക്ക് കൂട്ടിയിരിക്കുന്നതുമെല്ലാം ഈ കേരളത്തിൽ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള വളരെ ആരോഗ്യകരമായിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ ഒരു വർഷം 1 ലക്ഷം പുതിയ സ്റ്റാർട്ടപ്പ് എന്നതാണ്, പുതിയ സംരംഭം എന്നതാണ് ഗവൺമെൻറ് മുന്നോട്ട് വെച്ച നിർദ്ദേശം. എന്നാൽ അതിൽ കൂടുതലാണ് എന്നുള്ള കണക്കുകൾ പുറത്തു വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അതൊന്ന് എണ്ണി കാണിച്ചു തരാൻ പറഞ്ഞത്. അത് എണ്ണി വന്നപ്പോൾ ഇപ്പോൾ ഒരു വർഷം കൊണ്ട് 1,41,000, 1.5 വർഷം കൊണ്ട് 2,90,000 എന്ന രൂപത്തിലേക്ക് സംരംഭകരുടെ എണ്ണം കൂടിയത് വലിയ ഏറ്റവും ആവേശകരമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് നമ്മൾ കാണുകയാണ്. ഇത് മാത്രമല്ല, ഓരോ രംഗമെടുത്ത് പരിശോധിച്ചാൽ, ഒന്ന് ഒരു വ്യവസായ നയം പ്രഖ്യാപിച്ചു. ആ വ്യവസായ നയത്തിൽ കാതലായിട്ടുള്ള മാറ്റം വരുത്തി ആർക്കും ധൈര്യത്തോടെ ഇവിടെ വന്ന് സംരംഭം തുടങ്ങാം, അതിനുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചു. രണ്ടാമത്, സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിലുള്ള എല്ലാ തരത്തിലുള്ള അനുകൂല സാഹചര്യങ്ങൾ ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ നടത്തിയ ഇടപെടലുകൾ. അതുപോലെ തന്നെ ഏത് വൻകിട സംരംഭകർക്കും ധൈര്യത്തോടെ കേരളത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉറപ്പുവരുത്താൻ ഗവൺമെൻറ് തന്നെ നടത്തിയ നിരവധി ഇടപെടലുകളല്ല. ഇവ ഓരോന്നെടുത്ത് പരിശോധിച്ചാൽ ഈ കേരളത്തിൽ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള മാറ്റത്തെ നമുക്ക് കാണാൻ കഴിയും. കാരണം ഇപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്റർ പോലും അവരുടെ നിക്ഷേപം കേരളത്തിൽ ഇറക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരെ വളരെ ആവേശത്തോടെയാണ് നമ്മൾ കാണുന്നത്. അടുത്ത കാലത്ത് അത്തരത്തിൽ നിരവധി സംരംഭങ്ങളാണ്, പുതിയ ഇടപെടലാണ് കേരളത്തിൽ വന്നിരിക്കുന്നത്. അത് പക്ഷേ ദൗർഭാഗ്യവശാൽ പ്രതിപക്ഷം കണ്ടില്ല എന്ന് നടിക്കുകയാണ്, ഇപ്പോഴും നുണ പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ലേഖനം തന്നെ അവസാനിക്കുന്നത് സാമ്പത്തിക മാറ്റങ്ങളെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾക്കൊള്ളണം എന്ന് തന്നെയാണ്. കോൺഗ്രസിന്റെ ഒരു നേതാവ് തന്നെയാണല്ലോ, അഖിലേന്ത്യാ ഫിഗർ തന്നെയാണല്ലോ ഇത് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത്രയധികം മാറ്റം കേരളത്തിൽ വന്നു എന്നുള്ളത് ഉൾക്കൊള്ളാൻ കഴിയാതെ ഇപ്പോഴും നുണ പ്രചരിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ആരോപണം എന്ന രൂപത്തിൽ പറയാറ്, വിദ്യാഭ്യാസ രംഗത്ത്, സ്കൂൾ രംഗത്തുള്ള മാറ്റം ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് ശാക്തീകരിക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ വ്യവസായ സൗഹൃദ കേരളം എന്ന രൂപത്തിലേക്ക് വ്യവസായ സംരംഭകരെ ആകർഷിക്കാൻ കഴിയുന്നില്ല. ഈ 2 ആരോപണങ്ങളാണ് കേരളത്തിലെ ഗവൺമെന്റിനെതിരെ കാലാകാലമായിട്ട് ഉന്നയിക്കാറുള്ളത്. എന്നാൽ സ്കൂൾ രംഗത്തുണ്ടായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള മാറ്റത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് ശാംശീകരിച്ചു എന്നതാണ്
ഇപ്പോൾ ദേശീയ തലത്തിൽ പുറത്തു വന്ന സർവകലാശാലകളുടെ മെറിറ്റ് ലിസ്റ്റ്, കോളേജുകൾ, ഏറ്റവും മികച്ച കോളേജുകളുടെ ലിസ്റ്റ്, ഏറ്റവും മികച്ച സർക്കാർ കോളേജുകളുടെ ലിസ്റ്റ് എല്ലാം എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും മികച്ച 20 സർവകലാശാലകളുടെ എണ്ണത്തിൽ 4 സർവകലാശാലകൾ കേരളത്തിൽ നിന്ന് ഇടം പിടിക്കുകയാണ്. 100 കോളേജുകളുടെ ലിസ്റ്റ് വന്നപ്പോൾ ഭൂരിഭാഗം കോളേജുകളും കേരളത്തിൽ നിന്നാണ്. ഏറ്റവും മികച്ച സർക്കാർ കോളേജുകളുടെ ലിസ്റ്റ് വന്നപ്പോൾ രാജ്യത്ത് തന്നെ 2ാം സ്ഥാനത്തേക്ക് നമ്മുടെ എറണാകുളം മഹാരാജാസ് കോളേജ് മാറി. അതുപോലെ ഈ വിദ്യാഭ്യാസ വർഷത്തിൽ 64 ലോകരാജ്യങ്ങളിലെ കുട്ടികളാണ് MG യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തത്. അതുപോലെ തന്നെ വലിയ തരത്തിലുള്ള വിദ്യാഭ്യാസ സംഗമങ്ങളടക്കം സംഘടിപ്പിച്ചു. അതിന്റെ ഭാഗമായിട്ട് നിരവധി വിദേശ യൂണിവേഴ്സിറ്റികളുടെ കുട്ടികളും അധ്യാപകരും എല്ലാം അതിൽ പങ്കെടുത്തത് വളരെ ആവേശകരമായിട്ടുള്ള അനുഭവം. അതുപോലെ തന്നെ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് അടക്കം നിരവധി വ്യവസായ സംരംഭക സൗഹൃദങ്ങൾ സംഘടിപ്പിച്ചു. ഇപ്പൊ അടുത്ത മാസം എറണാകുളത്ത് വൻ സംരംഭങ്ങൾ നടക്കാൻ പോവുകയാണ്. ഇതിനിടയിൽ തന്നെ ഈ വന്ന മാറ്റങ്ങളെല്ലാം വളരെ ദൃശ്യമായിട്ട് നമ്മൾ കാണുന്നു. വൻകിട വ്യവസായ സംരംഭങ്ങൾ വരാൻ വേണ്ടിയിട്ടുള്ള പശ്ചാത്തല സൗകര്യങ്ങളിൽ വന്ന വിപ്ലവകരമായിട്ടുള്ള മാറ്റം, അതിൽ കിഫ്ബി അടക്കം നടത്തിയ മുതൽ മുടക്കുകൾ, ഇപ്പൊ ദേശീയ പാത, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ജലപാതകൾ, ജലമെട്രോ, അതുപോലെ ഇന്റർനെറ്റ് വിടവില്ലാത്ത സംസ്ഥാനമായിട്ട് മാറി. നമുക്കറിയാം K-ഫോൺ അടക്കം ഏറ്റവും ഭൂപ്രദേശത്തിൽ പിന്നോക്കം നിൽക്കുന്ന മേഖലകളിൽ പോലും ഒരു ഡിജിറ്റൽ വിടവില്ലാത്ത കേരളം. അപ്പൊ ലോകത്ത് എവിടെയും കിട്ടുന്ന വിദ്യാഭ്യാസം ഇവിടെ കിട്ടുന്നു, ലോകത്ത് എവിടെയുമുള്ള ജോലി ഇവിടെ ഇരുന്ന് ചെയ്യാൻ കഴിയുന്നു. അതുപോലെ വൻകിട നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് വരുന്നു. ഫൈനൽ ഇയർ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾ തൊഴിൽ അന്വേഷകരല്ല, മറിച്ച് തൊഴിൽ ദാതാക്കളാണ്. ഒരു 10-25 പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കാൻ ഉള്ള സംരംഭങ്ങൾ ആരംഭിക്കാൻ പാകത്തിലുള്ള ധൈര്യത്തോടെ വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് അടക്കം പുറത്തു വരുന്നു. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് നല്ല സാമൂഹ അന്തരീക്ഷം, അവർക്ക് മുതൽ മുടക്കാനും അവരുടെ സംരംഭത്തെ നടപ്പാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അവർക്ക് സഹായം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള സാമ്പത്തിക സഹായം കേരള ബാങ്ക് അടക്കം നിരവധി ബാങ്കുകൾ രംഗത്തേക്ക് വരുന്നു. അവർക്ക് ഏത് ധൈര്യത്തോടെ ഏത് സമയത്തും അവരുടെ സംരംഭത്തെ കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഉണ്ട് എന്നത് ഈ ഉദാഹരണങ്ങളിലൂടെ തന്നെ വ്യക്തമാകുകയാണ്. അത്തരത്തിൽ നിരവധി സഹായങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. അങ്ങനെ ഈ കേരളം അടിമുടി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ശ്രീ ശശി തരൂർ അദ്ദേഹത്തിന്റെ ലേഖനത്തിന്റെ ഹെഡിങ് മുടന്തുന്ന ആന എന്നതിൽ നിന്ന് വഴങ്ങുന്ന കടുവ എന്ന രൂപത്തിലേക്ക് തന്നെ അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന മാറ്റം, ദൈവത്തിന്റെ സ്വന്തം നാട്, ശരിക്കും ചെകുത്താന്റെ കളിസ്ഥലം എന്നൊക്കെ കളിയാക്കിയിരുന്നവരെല്ലാം ഈ മാറ്റം ആഘോഷിക്കണം, ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന മാറ്റം ആഘോഷിക്കണം എന്ന് പറഞ്ഞ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ലേഖനത്തിന്റെ അവസാനത്തെ പാരഗ്രാഫ് പോകുന്നത്. ഇത് എത്ര രാഷ്ട്രീയ വിരോധത്തോടെ നോക്കിയാലും, എത്ര അടഞ്ഞ കണ്ണുകളോടെ നോക്കിയാലും ഈ കേരളത്തിന്റെ വ്യവസായ രംഗത്ത് വന്നിരിക്കുന്ന, സംരംഭക രംഗത്ത് വന്നിരിക്കുന്ന മാറ്റത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. പ്രതിപക്ഷം എത്ര നുണ പ്രചരിപ്പിച്ചാലും, മാധ്യമങ്ങൾ അത് കണ്ടില്ലെന്ന് നടിച്ചാലും അത് കണ്ണു തുറന്ന് കാണേണ്ടി വരും. കാരണം ഈ സംസ്ഥാനത്തെ യുവജനങ്ങളെല്ലാം, രാജ്യത്തെ സംരംഭകരെല്ലാം വളരെ പ്രതീക്ഷയോടെ ഏറ്റവും ആകർഷകമായിട്ട് ഈ കേരളത്തിന്റെ മുന്നേറ്റത്തെ വിലയിരുത്തുകയും കേന്ദ്ര ഗവൺമെന്റ് അടക്കം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ പ്രഖ്യാപനത്തിലെല്ലാം മന്ത്രിയെ ഡൽഹിക്ക് വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്യുന്ന സാഹചര്യം അത് വളരെ ആവശ്യത്തോടെ തന്നെയാണ് കാണുന്നത്. വരും വർഷങ്ങളിൽ വലിയ മുന്നേറ്റം